Next topic is kinds of industrial cooperatives in India. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന 11th ചാപ്റ്ററിനകത്ത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കൈൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ്, കയർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പോൾട്രി സൊസൈറ്റീസ്, എക്സെട്ര. These are the important types of industrial cooperatives in India. Okay, handloom and handicraft, kayar cooperative societies, dairy cooperative societies, fisheries cooperative societies and poultry society. These are the 5 kinds of industrial cooperatives in India. ഈ ചാപ്റ്ററിനകത്ത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ 5 ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഹാൻഡ്ലൂം, കയർ, ഡയറി, ഫിഷറീസ് ആൻഡ് പോൾട്രി. ഈ 5 കൈൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന ചാപ്റ്ററിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ് കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി, നെക്സ്റ്റ് ഫിഷറീസ് ആൻഡ് ലാസ്റ്റ് പോൾട്രി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത്രയും കൈൻഡ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈത്തറി വ്യവസായമാണ്, നെയ്ത്ത് വ്യവസായം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നെയ്ത്തുകാരാണ് അല്ലേ വീവേഴ്സ് എന്നറിയപ്പെടുന്നത്. The handloom industry is the next to agriculture. The handloom industry is next to agriculture in India. ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ സെക്ടർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അഗ്രികൾച്ചറൽ സെക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം നിലനിൽക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്ന ഒരു മേഖലയാണ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി. അബൌട്ട് 10 മില്യൺ വീവേഴ്സ് ഫൈൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദിസ് ഇൻഡസ്ട്രി. ഏകദേശം 10 മില്യൺ വീവേഴ്സാണ്, നെയ്ത്തുകാരാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത്. ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ട് ഏകദേശം 10 മില്യൺ വീവേഴ്സാണ്, 10 മില്യൺ. ഓക്കെ, The Handloom Weavers Cooperative Society provide financial aid and technical guidance and to strengthen the bargaining power of weavers. നെയ്ത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോമൺ ബാർഗെയിനിങ് പവർ, അവരുടെ ബാർഗെയിനിങ് പവർ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ടെക്നിക്കൽ ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും ഹാൻഡ്ലൂം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി വീക്കർ സെക്ഷനിൽപ്പെട്ട ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായിട്ടുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ടെക്നിക്കൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ദ ബാർഗെയിനിങ് പവർ, അവരുടെ ഒരു ബാർഗെയിനിങ് പവർ ഉണ്ടാക്കി കൊടുക്കുക. ബാർഗെയിനിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയാറില്ലേ. ഒരുമിച്ച് കൂടി നിൽക്കുമ്പോഴാണ് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പവർ ഉണ്ടാവുകയുള്ളൂ. അപ്പം വീവേഴ്സിനെ എല്ലാം സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്നതിന് പകരം അവർക്കൊരെന്ത് വേണം? ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടി അവർക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാവണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഇറ്റ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ ബാർഗെയിനിങ് പവർ ഓഫ് വീവേഴ്സ്. അവരുടെ ബാർഗെയിനിങ് പവർ എന്ത് ചെയ്യുന്നുള്ളൂ? സ്ട്രെങ്തൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ അവർക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത് ടു സ്ട്രെങ്തൻ ദ ബാർഗെയിനിങ് പവർ ഓഫ് വ്യൂവേഴ്സ്, അവരുടെ ബാർഗെയിനിങ് പവർ ഉയർത്തണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കണം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്ട്സ് ഓഫ് Handloom Weavers Cooperative Society. First one,
ടു പർച്ചേസ് റോ മെറ്റീരിയൽസ് ഇൻ ബൾക്ക് ആൻഡ് സപ്ലൈ ഇറ്റ് എമംഗ് മെമ്പേഴ്സ്. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യും? അതിലെ മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ബൾക്കായിട്ട് വാങ്ങിക്കും. ഏറ്റവും ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ എന്തുണ്ടാവും? റോ മെറ്റീരിയൽസിൻ്റെ വില ഏറ്റവും കുറഞ്ഞ് കിട്ടും. അങ്ങനെ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അതിലെ മെമ്പേഴ്സിന് അതെന്ത് ചെയ്യും? സപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ്. സെക്കൻഡ്, ടു അറേഞ്ച് ഫോർ ദ സെയിൽസ് ഓഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ടു ദ ബെസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ദ മെമ്പേഴ്സ്. സെക്കൻഡ്, ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം, ഈ ഹാൻഡ്ലൂം സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ മാന്യമായ രീതിയിൽ അവർക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് വരുന്ന എക്സ്പെൻസുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് അതിനുതകുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വിതരണം ചെയ്യാൻ കഴിയണം, വിൽപ്പന നടത്താൻ കഴിയണം. അപ്പോൾ അത്തരത്തിൽ വിൽപ്പന നടത്താനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ആര് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്? ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടു അറേഞ്ച് ഫോർ ദ സെയിൽസ് ഓഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ടു ദ ബെസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ അതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉണ്ടാക്കുന്ന ഹാൻഡ്ലൂം പ്രോഡക്റ്റുകൾ സെയിൽസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. നെക്സ്റ്റ്, ടു പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു ദ മെമ്പേഴ്സ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ എയിമായിട്ട് നമ്മൾ പറഞ്ഞത് 3 കാര്യമായിരുന്നു. ഒന്ന്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക. മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് അവർക്കൂടെ ബാർഗെയിനിങ് പവർ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് വരുന്നൊരു കാര്യമാണ് സോ ടു പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. അത് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അടുത്തത്. ദെൻ നെക്സ്റ്റ്, ടു എൻകറേജ് സെൽഫ് ഹെൽപ്പ്, ത്രിഫ്റ്റ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് എമംഗ് ദ മെമ്പേഴ്സ്. മെമ്പേഴ്സിനിടയിൽ സെൽഫ് ഹെൽപ്പ്, ത്രിഫ്റ്റ്, മ്യൂച്വൽ ഹെൽപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻകറേജ് ചെയ്യുന്നു. ലാസ്റ്റ്, ടു പ്രൊവൈഡ് കോമൺ സർവീസസ് സച്ച് ആസ് പ്രിൻറ്റിങ്, പോളിഷിംഗ്, ബ്ലീച്ചിങ് എക്സെട്ര. ഇപ്പോൾ നെയ്ത്ത് വ്യവസായത്തിനകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ക്ലോത്ത് ഐറ്റംസ് ആയിരിക്കും അല്ലേ? അതാണല്ലോ നെയ്ത്ത് വ്യവസായം എന്ന് പറയുന്നത്. അപ്പം ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ പ്രിൻറ്റിങ് നടത്തണം, പോളിഷിംഗ് നടത്തണം, ബ്ലീച്ചിങ് നടത്തണം. അത്തരത്തിലുള്ള കോമൺ സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ വർക്കിങ്ങും മറ്റു കാര്യങ്ങളുമാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.